തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ആരോപണ വിധേയനായ സുകാന്ത് സുരേഷിനെതിരെ വകുപ്പുതല നടപടി ഉടൻ. സുകാന്ത് സുരേഷിനെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. പ്രൊബേഷൻ സമയമായതിനാൽ നിയമ തടസ്സങ്ങളില്ലെന്നാണ് IBയുടെ വിലയിരുത്തൽ. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, നടപടിയുണ്ടാകും എന്നതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിലേക്കിപ്പോൾ IB കടക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു IB ഉദ്യോഗസ്ഥയുടെ ഈ ആത്മഹത്യ. അതിലാണ് ഇപ്പോൾ അതിലെ പ്രതി കൂടിയായ സുകാന്ത് സുരേഷിനെതിരെ വകുപ്പുതല നടപടിയിലേക്ക് കടക്കുന്നത്. ഇയാൾ കേസിൽ പ്രതിയായി. അതിന് തൊട്ടു പിന്നാലെ ഇനിയും ഇയാളെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക്. പുതിയ കിട്ടുന്ന വിവരം, ഇയാളെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. പ്രൊബേഷൻ സമയമായതിനാൽ ഇതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് IB കണക്കുകൂട്ടുന്നു. സുകാന്ത് ജോലി ചെയ്തിരുന്ന കൊച്ചി വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള കൃഷ്ണരാജ് IPS ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് മേധാവി അരവിന്ദ് മേനോൻ IPSനാണ് ഈ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് IB ജോയിന്റ് ഡയറക്ടർക്ക് ഉടൻ കൈമാറും എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ സംഭവത്തിന് ശേഷം സുകാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾ എവിടെയെന്ന് പേട്ട പോലീസിന് ഒരു വിവരവുമില്ല. അതാണ് IB ഉദ്യോഗസ്ഥരുടെ മരണത്തിലാണ് സുകാന്ത് സുരേഷ് എന്ന പ്രതിക്കെതിരെ നടപടിയിലേക്ക് IB കടക്കാൻ പോകുന്നത്. ഇയാൾ പ്രൊബേഷൻ കാലാവധിയിലാണ്. അതുകൊണ്ട് തന്നെ നടപടികൾ കൈക്കൊള്ളുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. പക്ഷേ ഇയാൾ എവിടെയാണ് എന്നുള്ളതിൽ ഇനിയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഒളിവിലാണ് സുകാന്ത്.